നമസ്കാരം. ഓരോ ദിവസവും പുതിയ ഭാവത്തിലും രൂപത്തിലുമുള്ള തട്ടിപ്പുകാർ നമ്മുടെ നാട്ടിൽ പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. കോഴിക്കോട് കൊടുവള്ളി സ്വദേശിയായ ഒരു യുവാവ് ഇത്തരത്തിൽ തട്ടിപ്പുകാരുടെ ചതിയിൽപ്പെട്ട് തന്റെ പ്രിയപ്പെട്ട വാഹനവും പണവുമെല്ലാം നഷ്ടപ്പെട്ടതിന്റെ മനോവിഷമത്തിലാണ്. ഇദ്ദേഹം തന്റെ വാഹനം വിൽക്കുന്നതിന് വേണ്ടി കൊടുവള്ളിയിൽ തന്നെയുള്ള ഒരു കച്ചവടക്കാരനുമായി ബന്ധപ്പെടുകയായിരുന്നു. എന്നാൽ ഇദ്ദേഹം ഈ വാഹനത്തിന്റെ ഉടമയായ യുവാവ് പോലും അറിയാതെ ഡൽഹി കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ചില തട്ടിപ്പുകാരുടെ സഹായത്തോടുകൂടി RT വെബ്സൈറ്റ് ഹാക്ക് ചെയ്ത് യുവാവിന്റെ പേരിലുണ്ടായിരുന്ന RC ബുക്ക് മാറ്റുകയും വാഹനം മറ്റൊരാൾക്ക് വിൽക്കുകയും ചെയ്തു. പിന്നീട് ഈ വാഹനവുമായി ബന്ധപ്പെട്ട് നടത്തിയ അന്വേഷണത്തിലാണ് യുവാവ് താൻ കബളിപ്പിക്കപ്പെട്ടുവെന്നും തന്റെ പേരിലുള്ള വാഹനം ഇപ്പോൾ മറ്റൊരാൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളത് മനസ്സിലാക്കിയത്. എന്തൊക്കെയായാലും ആ യുവാവ് ഇപ്പോൾ RTOയ്ക്ക് അടക്കം പരാതി നൽകിയിട്ടുണ്ട്. അത്തരത്തിൽ പരാതി നൽകിയപ്പോഴാണ് ഇതൊരു ഒറ്റപ്പെട്ട സംഭവമല്ല എന്നുള്ള കാര്യം ഈ യുവാവിന് മോട്ടോർ വാഹന വകുപ്പ് അധികൃതരിൽ നിന്ന് വ്യക്തമായി മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. ആ യുവാവ് ഇപ്പോൾ നമ്മളോട് പ്രതികരിക്കുന്നു. നമുക്ക് അദ്ദേഹത്തിന് എന്താണ് പറയാനുള്ളത് എന്ന് നോക്കാം. അതിന്റെ വിശദാംശങ്ങളൊന്ന് പറയുമോ? അത് ഒന്നുമില്ല. നമ്മള് വണ്ടി എന്റെ റീവണ്ടി ആയിരുന്നു. അപ്പൊ പുറത്തുനിന്ന് അന്യന്റെ പേരില് NOC ഒക്കെ വന്നു. അന്യന്റെ പേരിലുള്ള വണ്ടിയാണ്. ഈ കഴിഞ്ഞ ഏപ്രിലാണ് അതിന്റെ RC ഇഷ്യൂ ആയത്. അപ്പൊ RC മൊബൈൽ നമ്പറിൽ OTP ഒക്കെ അടിച്ചാൽ നമുക്ക് RC ഡൗൺലോഡ് ചെയ്യാം. അങ്ങനെ RC ഡൗൺലോഡ് ചെയ്തു. അപ്പൊ ഈ വണ്ടി ഞങ്ങള് വേറെ ആൾക്ക് കൊടുക്കാൻ വേണ്ടിട്ട് ഏൽപ്പിച്ചിരുന്നു, വിൽക്കുന്നതിന് വേണ്ടിയിട്ട്. പുള്ളി അത് വേറൊരു ഇടപാട് നടത്തുന്ന ഒരാൾക്ക്, പുള്ളിയുമായിട്ട് ക്യാഷ് ഇടപാടുള്ള ഒരാൾക്ക് പുള്ളി അതങ്ങ് കൊടുത്താഞ്ഞു, വിറ്റാഞ്ഞു. ഞങ്ങളോട് പറയാതെ. അപ്പൊ ഞങ്ങളോട് പറയാതെ അത് കൊടുക്കുകയും ചെയ്തു. ഞങ്ങൾക്ക് പൈസ പേയ്മെന്റ് ഒന്നും തരികയും ചെയ്തില്ല. അപ്പൊ ഞങ്ങള് ചോദിച്ചു എന്താ പേയ്മെന്റ് തരാൻ ചോദിച്ചപ്പോ നിങ്ങളെ RC കൊണ്ട് വരാൻ വേണ്ടി പറഞ്ഞു. അപ്പൊ ഞങ്ങള് ഈ ഡൗൺലോഡ് ചെയ്തെടുത്ത RC കൊണ്ട് പുള്ളിയുടെ അടുത്ത് പോയതാ. അപ്പൊ പുള്ളിയുടെ അടുത്ത് പോയി നോക്കുന്നേരം അവരുടെ കയ്യിൽ വേറെ RC ഉണ്ട്. ആ RC അവരെന്താ ചെയ്ത് വിചാരിച്ചിരിക്കുകയാണെങ്കിൽ നമ്മുടെ ഈ സൈറ്റ് ഇല്ലേ, RTOയുടെ സൈറ്റ്, ഈ RTOയുടെ സൈറ്റില് എന്റെ അനിയന്റെ പേരിലുള്ള മൊബൈൽ നമ്പർ ചേഞ്ച് ചെയ്തിട്ട് ഈ വേറെ മൊബൈൽ നമ്പർ ആഡ് ചെയ്തിട്ട് അതിലോട്ടെങ്ങാനും OTP വരുത്തിയിട്ട് അങ്ങനെ RC ട്രാൻസ്ഫർ ചെയ്തു. ഇവന് RC അങ്ങനെ അത്ര എളുപ്പത്തിൽ മൊബൈൽ നമ്പർ ചേഞ്ച് ചെയ്യാൻ വേണ്ടി പറ്റുമോ? അത്രയും എളുപ്പത്തിൽ ചെയ്യാൻ കഴിയുമെന്ന് ഞങ്ങൾ അവരുടെ RTO ഓഫീസിൽ പോയി ചോദിച്ചപ്പോ അവര് പറഞ്ഞു ഇങ്ങനെ ഈ 1-2 കേസ് അങ്ങനെ വന്നിട്ടുണ്ട്, ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എന്തോ ഒരു ഡൽഹി ബേസ്ഡോ അങ്ങനെ ഏതോ ഒരു ബേസ്ഡ് ആയിട്ടുള്ള ഏതോ ഒരു ആൾക്കാര് അങ്ങനെ ചെയ്ത് കൊടുക്കുകയാണെന്നാ പറഞ്ഞത്. അതിന്റെ കണ്ടീഷനിലാണ് ഞങ്ങൾ പരാതി കൊടുത്തത്. നമ്മൾ അറിയുന്നില്ല ഇത് ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൽ രജിസ്റ്റേർഡ് ആയ മൊബൈൽ നമ്പറിലേക്ക് OTP വരണം. അത് വരുന്നില്ല. ആ OTP വേറെ ഏതോ മൊബൈൽ നമ്പറിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ട് സൈറ്റിൽ നിന്ന് നിലവിലുള്ള RC ഓണറെ മൊബൈൽ നമ്പർ ചേഞ്ച് ചെയ്ത് RC മറ്റൊരാളെ പേരിലേക്ക് മാറ്റുക. കാരണം ഇത് ഡിജിറ്റൽ ആണല്ലോ RC ഉള്ളത്, അല്ലാതെ നോർമലി നമ്മളെ കയ്യിലിരിക്കുന്ന RC അല്ലല്ലോ. അപ്പൊ അതുകൊണ്ട് ഒരു OTP ബേസ്ഡ് മാത്രമാണ് ഇത് ട്രാൻസ്ഫർ ചെയ്യാൻ കഴിയുക. അപ്പൊ ഈ OTPക്കാണ് ഇവിടെ പ്രസക്തി വരുന്നത്. ആ OTP നമ്മളേക്കല്ലാതെ വേറെ ഏതോ നമ്പറിലേക്ക് കൺവേർട്ട് ചെയ്യാണ്. എന്നിട്ട് സംബന്ധിച്ച് പരാതി കൊടുത്തില്ല നിങ്ങള്? ആ പരാതി അവരന്വേഷിക്കുന്നുണ്ട്. കൊടുവള്ളി പോലീസ് സ്റ്റേഷനിലും പരാതി കൊടുത്തിട്ടുണ്ട്, RTOയിലും പരാതി കൊടുത്തിട്ടുണ്ട്. അവര് രണ്ടുപേരും അന്വേഷിച്ചിട്ട് അത് വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യാന്നാ പറഞ്ഞത്. ഇത് ഒറ്റപ്പെട്ട സംഭവം അല്ലാന്ന് പറഞ്ഞിട്ടുണ്ടല്ലേ RTO? RTO ഞാൻ അവിടെ പരാതി കൊണ്ട് പോയപ്പോ തന്നെ അവിടെ 1-2 കേസ് കൊടുവള്ളി തന്നെ വന്നിട്ടുണ്ട് എന്നാണ് അന്ന് RTO എന്നോട് പറഞ്ഞത്. അപ്പൊ നിലവിൽ തന്നെ ഞാൻ 4ാമത്തെ കേസ് എങ്ങാനുമാണ് ഞാൻ അവിടെ എത്തിയപ്പോ എന്റെ കേസ് വന്നിരിക്കുന്നത്. ഏതാനും നാളുകളായി നമുക്ക് RC ബുക്ക് ഇപ്പോൾ ഫിസിക്കലായി മോട്ടോർ വാഹന വകുപ്പ് നൽകുന്നില്ല, മറിച്ച് ഡിജിറ്റൽ RC ബുക്കാണ് നമുക്ക് ലഭിക്കുക. നമുക്ക് വേണമെങ്കിൽ ഇതിന്റെ പ്രിന്റ് എടുത്ത് കൈവശം എടുത്ത് സൂക്ഷിക്കാം എന്നുള്ളതാണ് മോട്ടോർ വാഹന വകുപ്പിൽ നിന്ന് ലഭിക്കുന്ന നിർദ്ദേശം. ഇത്തരത്തിലുള്ള വാഹനങ്ങൾ വിൽക്കുന്ന സമയത്ത് ഇതിന്റെ RC ബുക്ക് മാറ്റണമെങ്കിൽ പോലും നമ്മൾ ഈ RC ബുക്കുമായി രജിസ്റ്റർ ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പറിലേക്ക് ഒരു 1 ടൈം പാസ്വേഡ് അഥവാ OTP വരും. ഈ OTPയുടെ സഹായത്തോടു കൂടി മാത്രമേ നമുക്ക് വാഹനത്തിന്റെ RC അടക്കം മാറ്റാൻ സാധിക്കുകയുള്ളൂ എന്നിരിക്കെയാണ് ഇത്തരത്തിൽ തന്റെ മൊബൈലിനകത്തേക്ക് യാതൊരു തരത്തിലുള്ള OTPയും വന്നിട്ടില്ല, താൻ ഈ വിൽപ്പന നടത്തിയത് അറിഞ്ഞിട്ട് പോലുമില്ല എന്നുള്ളതാണ് യുവാവിന്റെ പരാതി. ഇതുമായി ബന്ധപ്പെട്ട് മോട്ടോർ വാഹന വകുപ്പിൽ നിന്ന് യുവാവിന് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് ഡൽഹി കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഒരു സംഘമുണ്ട്. ഇത്തരത്തിൽ RTOയുടെ വെബ്സൈറ്റ് അടക്കം ഹാക്ക് ചെയ്ത് ഈ മൊബൈൽ നമ്പർ മാറ്റുകയും മറ്റൊരു മൊബൈൽ നമ്പർ തലസ്ഥാനത്ത് വെക്കുകയും അതനുസരിച്ച് ആ നമ്പറിനകത്തേക്ക് OTP വരികയും അതിന്റെ അടിസ്ഥാനത്തിൽ RC ബുക്കിലെ പേരടക്കം മാറ്റാൻ വേണ്ടി സാധിക്കുകയും ചെയ്യുന്ന തരത്തിലുള്ള തട്ടിപ്പ് അവർ
നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളതാണ് യുവാവ് നമ്മളോട് വ്യക്തമാക്കിയത്. മോട്ടോർ വാഹന വകുപ്പിൽ ഈ യുവാവ് പരാതിയുമായി ചെന്നപ്പോൾ ഏകദേശം 4ഓളം കേസുകൾ കൊടുവള്ളി പരിധിയിൽ മാത്രം ഇതുമായി ബന്ധപ്പെട്ട് ലഭിച്ചിട്ടുണ്ട് എന്നാണ് മോട്ടോർ വാഹന വകുപ്പ് അധികൃതർ ഈ യുവാവിനും നൽകിയിരിക്കുന്ന വിവരം. എന്ത് തന്നെയായാലും ഇത് സംബന്ധിച്ച് അന്വേഷണം കൃത്യമായി നടക്കേണ്ടതുണ്ട്. കാര്യക്ഷമമായ അന്വേഷണം നടക്കുന്നുണ്ട് എന്ന് തന്നെയാണ് യുവാവ് നമുക്ക് നൽകുന്ന വിവരം. എന്തു തന്നെയായാലും വല്ലാത്തൊരു ഞെട്ടലാണ്. നമ്മുടെ കൈവശം ഇരിക്കുന്ന മൊബൈൽ ഫോണിനകത്തേക്ക് OTP വന്നാൽ മാത്രം മാറ്റാൻ വേണ്ടി സാധിക്കുന്ന RC ബുക്ക് പോലും ഇത്തരത്തിൽ വളരെ സസൂക്ഷ്മം കൈകാര്യം ചെയ്യപ്പെടുന്ന സർക്കാർ സംവിധാനങ്ങൾക്കകത്ത് പോലും നുഴഞ്ഞു കയറി തട്ടിപ്പ് നടത്താൻ ശേഷിയുള്ള ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട് എന്നുള്ള വിവരം ഞെട്ടിക്കുന്നതാണ്. കോഴിക്കോട് നിന്നും അൻവറിനൊപ്പം നിഖിൽ കക്കാടത്ത്, മറുനാടൻ TV.